മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 21-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഓരോ മനുഷ്യരുടെയും മനസ്സിലെ കണക്ക് കൂട്ടലുകളെയും മനസ്സിലെ ചിന്താഗതികളെയും വരെ മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കും ചില സമയങ്ങൾ കണക്കാക്കപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ദിവസമാണ് ഈ 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം 21-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ജനുവരി 21-ാം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജനുവരി 21-ാം തീയതി ബുധനാഴ്ച 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് സൂര്യൻ്റെയും ബുധൻ്റെയും അതിയായ സ്വാധീനത്താൽ നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ബുധാദിത്യ രാജയോഗം കൊണ്ടാണ്. ഈ ഒരു യോഗം ഇതിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരിൽ പലരുടെയും ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെ അടിമുടി മാറ്റുകയും നിങ്ങളുടെ ഭാവിയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജനുവരി 21-ാം തീയതി ബുധനാഴ്ച ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചിങ്ങം രാശിക്കാരിൽ പല വ്യക്തികളും പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇതിൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും വളരെയധികം സാമ്പത്തികമായ ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചില ചിങ്ങം രാശിക്കാർക്കാണെങ്കിൽ ജീവിതത്തിൽ മനസമാധാനം തീരെയില്ല എന്നത് മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുള്ള പ്രശ്നങ്ങളും ഓരോ ദിവസവും ജീവിതത്തിൽ അധികരിച്ച് വരികയാണ്. അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും ആഗ്രഹം പോലെ നടക്കാതെ വരികയും ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും കാര്യതടസ്സങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇനി ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പോലും അറിയാതെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് സമാധാനമായി ഒന്ന് കിടന്നുറങ്ങുവാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. ഓരോ ദിവസവും കുടുംബത്തെ പോറ്റിക്കൊണ്ടുപോകുവാനായി നിങ്ങൾ പെടുന്ന പെടാപ്പാട് അത്ര വലുതാണ്. എന്നാൽ അത്തരത്തിൽ ജീവിതത്തിൽ ഇതുവരെ നിലനിന്ന് വന്നിരുന്ന പല നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ കണ്ട് ഉള്ളുപിടഞ്ഞ് ഓരോ ദിവസവും ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ജനുവരി 21-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ശുഭകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യം ഫലപ്രകാരം വ്യക്തമാണ്. ഏറ്റവും പ്രധാനമായി ഉടനടി ചില കടബാധ്യതകൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്വന്തം വീടും പുരയിടവും വരെ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ ഇതിലുണ്ട്. അതായത് ആ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് എത്രയധികം വേദനിക്കുന്നുണ്ട് എന്നത് ഭഗവാൻ അറിയുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ ജനുവരി 21-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ഏറ്റവും വലിയ ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുള്ള സാമ്പത്തിക വഴികൾ ചില ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ തെളിയും. അതായത് ഇത്ര പെട്ടെന്ന് ആ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയുമെന്ന് നിങ്ങൾ പോലും
ചിന്തിച്ചിരിക്കില്ല എന്നതാണ് സത്യം. ഇനി അതുകൂടാതെ സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ ബുധാദിത്യ രാജയോഗം മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യകരമായാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു ഇരട്ടി ലാഭമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള ചില ചിങ്ങം രാശിക്കാർക്ക് ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച പ്രധാനപ്പെട്ട ഒരു കാർഷിക വിളവെടുപ്പിലൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാമ്പത്തിക നേട്ടം അനുഭവത്തിൽ വരും. ഇനി ഇതുകൂടാതെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ചില വ്യാപാര മേഖലകളിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗവും ഈ ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരും. ഇനി സാമ്പത്തിക നേട്ടങ്ങൾക്കെല്ലാം പുറമെ തന്നെ ചിങ്ങം രാശിക്കാരിൽ ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റമുണ്ടാകുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് എപ്പോഴും കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം നിരന്തരം വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ വളരെയധികം മാനസികമായി ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതിനാൽ തന്നെ ഒരു സമാധാനമുള്ള കുടുംബമുണ്ടാവുക എന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ ഇന്ന് ഈ അധ്യായം കാണുന്ന ഓരോ ചിങ്ങം രാശിക്കാരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ഏറ്റവും സന്തോഷകരമായ ചില അനുഭവങ്ങളായിരിക്കും ഈ ബുധാദിത്യ രാജയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. അതായത് ഇതുവരെ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ഈ ഗ്രഹങ്ങളുടെ ഗുണകരമായ സ്വാധീനത്താൽ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയും ചെയ്യും. അതിനാൽ തന്നെ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും എന്നത് മാത്രമല്ല, പല ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരും. ഇനി ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം വളരെയധികം ഭാഗ്യകരമായി വരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും പുനർപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കുമായിരിക്കും. അതായത് ഇതുവരെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഉയർച്ചകളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്തുവാനും ഭാവിയെ തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ചില ഭാഗ്യങ്ങൾ നിങ്ങളിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ജീവിതത്തിൽ നിങ്ങൾക്ക് മറികടക്കേണ്ട ചില പ്രത്യേക തരത്തിലുള്ള കാര്യതടസ്സങ്ങളെ പറ്റിയും ചില ദുരിതപൂർണമായ സാഹചര്യങ്ങളെ പറ്റിയും ചിന്തിച്ച് ദുഃഖിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രശ്നം ഇല്ലാതാകും എന്നതാണ് ഫലപ്രകാരം തെളിയുന്നത്. അതിനാൽ തന്നെ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചിങ്ങം രാശിക്കാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കുന്നതിന് ഇരട്ടിയായി ജീവിത വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതുപോലെ ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ചിങ്ങം രാശിക്കാർക്ക് നിലനിൽക്കും. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സർവ്വ സന്തോഷങ്ങളും അനുഭവിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങളിൽ തെളിയുകയും ചെയ്യുവാൻ പോവുകയാണ്. ഇനി രണ്ടാമതായി ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും
നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വഷളാകുന്നതല്ലാതെ ഒരു മേൽഗതിയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതായത് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പണം പോലും കയ്യിൽ നിൽക്കുന്നില്ലാത്ത തരത്തിലുള്ള അവസ്ഥയാണ് പല ധനുരാശിക്കാരും അനുഭവിക്കുന്നത്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്നതാണ് സത്യം. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യമായി തെളിയുന്ന ഈ ബുധാദിത്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമാകും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ടാണ്. അതായത് സാമ്പത്തികമായി ഒരു വരുമാനം ഉണ്ടാക്കുവാൻ പോലുമുള്ള ഒരു ജോലി സ്വന്തമായി ഇല്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതോ ധനുരാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ജോലി നേടിയെടുക്കുവാനായി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് സ്വന്തമാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച ബുധാദിത്യ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്നതോടെ ചില അവസരങ്ങൾ ധനുരാശിക്കാരെ തേടിയെത്തും. ഒപ്പം തന്നെ ഈ ജനുവരി 21 തീയതി ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഏറ്റവും ഭാഗ്യകരമായ അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഫലം വരുവാനായി കാത്തിരിക്കുന്ന ചില ധനുരാശിക്കാർക്കും ഈ ഒരു ദിവസം ഏറ്റവും ശുഭകരമായ വിവരങ്ങളുമായുള്ള ഒരു ഫോൺ കോൾ ഉണ്ടാകും. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾ വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ആ വ്യക്തികൾക്ക് കടമായി ചില തുകകൾ നൽകുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ അത് തിരികെ ലഭിക്കാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കടം കൊടുത്ത വ്യക്തികളോട് തിരികെ ചോദിച്ച് നിങ്ങൾ തന്നെ മടുത്തിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ പോലും നേരിടുവാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അവർ വാങ്ങിയ തുകയും തിരികെ തരാതെ വരുമ്പോൾ ഇത് നിങ്ങളിൽ വളരെയധികം മാനസിക സംഘർഷമുണ്ടാക്കുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതിനു ശേഷം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിരുന്ന ചില സ്വർണം, പണം പോലെയുള്ള കാര്യങ്ങൾ ധനുരാശിക്കാർക്ക് തിരികെ ലഭിക്കുവാനുള്ള യോഗവും ഈ ബുധാദിത്യ രാജയോഗത്താൽ ഉണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമായിരുന്നാലും ആ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ധനുരാശിക്കാരിൽ നിന്ന് അകലുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഈശ്വരാധീനം അനുഭവത്തിൽ വരികയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ജനുവരി 21 തീയതി ബുധനാഴ്ച ധനുരാശിക്കാർക്ക് ഭാഗ്യകരമായ ഒരു ദിവസം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാനും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഇത് ഭാഗ്യകരമായ സമയമാണ്. അതായത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ കാണുവാനും ചില സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുമുള്ള യോഗം നിങ്ങളിൽ കാണുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ധനുരാശിക്കാരിൽ
വിവാഹം, വീട് പണി, വാഹനയോഗം എന്നിങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങളും ഈ രാജയോഗം കൊണ്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഒട്ടനവധി സന്തോഷങ്ങളും പോസിറ്റീവായ അനുഭവങ്ങളും ധനുരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമതായി ഈ ജനുവരി മാസം 21-ാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ബുധാദിത്യ രാജയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കാണുന്ന പല വ്യക്തികളുടെ ജീവിതത്തിലും നിലനിൽക്കുന്നത് ഒന്നോ രണ്ടോ പ്രതിസന്ധികളല്ല. അതായത് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും അല്പം മനസമാധാനം ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് ഇതിൽ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ തന്നെ ലക്ഷങ്ങളുടെ കടബാധ്യതകളുമായി ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ കിടന്നാൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് പോലും പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കടബാധ്യത നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് മനസമാധാനക്കേടും മാനസിക സംഘർഷവും അനുഭവിച്ചു വരുന്ന മകരം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റം ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോവുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ വളരെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം, ഇന്ന് ഈ അധ്യായം കാണുന്ന മകരം രാശിയിൽ പിറന്ന ചില വ്യക്തികളോ മകരം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളോ വിവാഹ തടസ്സവുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുഃഖം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് നിലനിൽക്കുന്ന തടസ്സങ്ങൾ മാറണമെന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ആ വിവാഹ തടസ്സം അനുഭവിക്കുന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒട്ടനവധി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ വിവാഹ തടസ്സം അനുഭവിച്ചു വന്നിരുന്ന മകരം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ജനുവരി 21-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന രാജയോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. വിവാഹ തടസ്സം നീങ്ങുകയും മംഗളകരമായി നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും എന്നത് മാത്രമല്ല, ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നതും ഫലപ്രകാരം വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കും ഏറ്റവും ഭാഗ്യകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സന്താനഭാഗ്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മകരം രാശിക്കാർക്ക് അത്തരത്തിലുള്ള ഒരു ശുഭവാർത്തയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒട്ടനവധി സന്തോഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഇനി ഇതിനെല്ലാം പുറമെ ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ ഉള്ളതെല്ലാം നഷ്ടമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മകരം രാശിക്കാർ ഇതിലുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുവാനും നിങ്ങളെ ഇല്ലാതാക്കുവാനുമായി ചില വ്യക്തികൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ ചെറുതൊന്നുമല്ല. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില ശത്രുദോഷങ്ങളും ചില മകരം രാശിക്കാരെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഒരു വിധത്തിലുള്ള സന്തോഷമോ ഉയർച്ചയോ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിഞ്ഞു കഴിയുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ശത്രുദോഷം ഇല്ലാതാവുകയും നിങ്ങൾക്കെതിരെ അവർ ചെയ്യുന്ന എല്ലാ ദുഷ്കർമ്മങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായി അനുഭവത്തിൽ വരികയും വളരെ മികച്ച ഒരു സമയം നിങ്ങളിൽ തെളിയുകയും ചെയ്യും.
ഇനി ജനുവരി 21 തീയതി എന്ന് പറയുന്നത് മകരം രാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജനുവരി മാസം 21 തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങളും ഏറ്റവും ശുഭകരമായ കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.